സോ നെക്സ്റ്റ് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. സോ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്തു, കാരണം നമുക്കറിയാം എന്തെല്ലാം ഐറ്റംസ് ആണ് ട്രേഡിംഗിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരിക എന്നുള്ളത്. സോ ഫസ്റ്റ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം. ഡെബിറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത് 7,530. 7,530. 7,530 രൂപ നമുക്ക് ടോട്ടൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് നമുക്ക് ക്യാഷ് പർച്ചേസ് അതേപോലെ ക്രെഡിറ്റ് പർച്ചേസ് സെപ്പറേറ്റ് ഇല്ല. ടോട്ടൽ പർച്ചേസ് ക്രെഡിറ്റ് ആണ്. സോ ടോട്ടൽ നേരിട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എമൗണ്ട് 30,000. ഇനിയുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പ്രൊഡക്ഷനുമായി നേരിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഡയറക്റ്റ് എക്സ്പെൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് വേജ് അഥവാ വേജ് കൂലി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. എമൗണ്ട് 1,580. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലുള്ള പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സുകളൊന്നും എടുത്തിട്ടില്ല. സോ അഡ്ജസ്റ്റ്മെന്റ് 2 തവണ കാണിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ഓരോ ഐറ്റംസ് എഴുതുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കാം. നമ്മൾ എഴുതിയത് വേജ് ആണ്. വേജുമായിട്ട് പർച്ചേസുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. സോ നമുക്ക് ഡെബിറ്റ് സൈഡ് ഈസ് ഓവർ. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡ് ആണ്. ക്രെഡിറ്റിന്റെ ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. സെയിൽസിന്റെ പോലെ നമുക്ക് പർച്ചേസ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് വേറെ വേറെ തന്നിട്ടില്ല. ടോട്ടലുള്ള എമൗണ്ട് എന്താണ്, നമ്മുടെ ഓൾ ക്രെഡിറ്റ് ടോട്ടൽ എന്ന് പറയുന്നുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് ഈസ് 40,700. 40,700 രൂപയാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. പിന്നീട് കാണിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ലാസ്റ്റ് തന്നിട്ടുണ്ട് 5,300. 5,300 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയറിംഗ് ടു നോ ദി ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാം, നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് ലെസ് ചെയ്യാം. സോ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് 46,000 ആണ്. 46,000 രൂപ. 46,000 ആണ് നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റിൽ വരുന്നത്. 46,000. അതൊന്നും ചെയ്യണം, നമുക്ക് ഡെബിറ്റ് സൈഡിലെ പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് വേജസ് ലെസ് ചെയ്യണം. സോ ലെസ് ചെയ്താൽ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് 6,890. 6,890 രൂപയാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. എല്ലാ സമയത്തും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് യാതൊരു ഉറപ്പില്ല. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. സോ ഗ്രോസ് പ്രോഫിറ്റ് carried on 6,790. then അത് ചെയ്യണം, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പ്രോബ്ലം ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് brought down is equal to 6,890. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കൂടി എന്ത് ചെയ്യാം. സോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കാണിച്ചത് കിട്ടിയിട്ടുണ്ട് 6,890 രൂപ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വരുമാനങ്ങൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നോക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, അത് ഡെബിറ്റ് സൈഡ് കാണിക്കാം. ആദ്യമായിട്ട് തന്നിട്ടുള്ള എക്സ്പെൻസ് സാലറി ആണ്. സാലറി വന്നിട്ടുണ്ട് 1,200 രൂപ. സോ എമൗണ്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നമുക്ക്. പക്ഷെ ഇവിടെ സാലറി മാറ്റി അതൊരു അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല. സോ 1,200 നമുക്ക് നേരിട്ട് എഴുതാം. പിന്നീടുള്ളത് ജനറൽ എക്സ്പെൻസ് എന്നുള്ള മറ്റൊരു എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസ് എമൗണ്ട് തന്നിട്ടുണ്ട് 800 അല്ലെ. 800 നമുക്ക് ജനറൽ എക്സ്പെൻസ് ആയി തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നേരിട്ട് എഴുതാം. പിന്നീടുള്ളത് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് നമുക്ക് എന്തുണ്ട്, റിസീവ്ഡ് ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ഒരു കമ്പനി കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ കമ്പനിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വരുമാനം കുറയാണല്ലേ. അതായത് ഒരു 1,000 രൂപയിൽ നമ്മളൊരു 100 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട 1,000 എന്ത് ചെയ്യാൻ 100 രൂപ നമുക്ക് ലോസ് ആയി നഷ്ടം വരികയാണ്. സോ അതെന്താണ്, ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. സോ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ കാണിക്കാം. ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് 200 ആണ്. സോ അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് റിസീവും ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് എഴുതാം അല്ലെ. ആ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് കൂടി എഴുതാം. സോ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ യഥാർത്ഥത്തിൽ 100 രൂപ അല്ലെങ്കിൽ 1,000 രൂപ കൊടുക്കുന്നിടത്ത് നമ്മളോട് എന്ത് ചെയ്യണം, വാങ്ങുന്ന ആൾ പറയുകയാണെങ്കിൽ 900 മതി. സോ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഏർണിംഗ്സ് ആണ്. സോ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡ് കാണിക്കാം. എമൗണ്ട് ഇസ് ഈക്വൽ ടു 100 rupees. സോ ഇനിയുള്ള മറ്റെന്തെങ്കിലും എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റിന്റെ ആ ഭാഗത്തുണ്ട് നോക്കാം. സോ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഒന്നുമില്ല. പിന്നെ ക്യാഷ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൽ പറയുന്ന പോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ക്യാഷ് തരുന്നുണ്ട്, അതേപോലെ തന്നെ ബിൽസ് പേബിൾ കേസിൽ ബിൽസ് റിസീവബിൾ കേസിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ലോസിംഗ് ബാലൻസസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ അക്കൗണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത്തരം ഐറ്റംസ് നമ്മളിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് ഇൻഡയറക്റ്റ് ഇൻകംസ് ആയിട്ട് കാണിക്കാൻ പാടില്ല. സോ നെക്സ്റ്റ്
ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യന്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇനിയുള്ളത് എന്താണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് നോക്കേണ്ടത്. സോ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ തന്നെ ബിൽഡിങ്ങിന് മുകളിൽ. ഞാൻ പിന്നെ പറയുന്നുണ്ട് നമുക്ക് 5% എന്ത് ചെയ്യുന്നുണ്ട്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ അത് മാത്രമേ ഉള്ളൂ. അതായത് ആദ്യം ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, 5% നമ്മൾ ഡെപ്റ്റേഴ്സിന് മുകളിൽ പ്രൊവിഷൻ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം കാണിക്കാം. നെക്സ്റ്റ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ആണ് നമ്മൾ ഏതിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ 5% എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ 5% നമ്മൾ ഏതിന് മുകളിൽ കാണേണ്ടത്, ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്. അതായത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂസിങ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്തി. പക്ഷേ ആ ക്ലോസിംഗ് ബാലൻസിൽ നമ്മൾ എന്ത് പരിഗണിച്ചിട്ടില്ല, നമ്മളെ പ്രൊവിഷന്റെ കേസ് നമ്മൾ അവിടെ എടുത്തിട്ടില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, അഡ്ജസ്റ്റ്മെന്റിലുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ അവിടെ കാണിക്കുന്നില്ല. സോ അതിൽ എന്ത് ഉൾപ്പെട്ടിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡെപ്റ്റേഴ്സിൽ നമ്മൾ ഈ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡൗട്ടാണ് ഈ ഒരു എമൗണ്ട് കിട്ടൂല എന്ന് വിചാരിച്ചെങ്കിൽ സംശയത്തിന്റെ പുറത്ത് എന്ത് ചെയ്യാൻ, നമ്മൾ ബാഡ് ഡെപ്റ്റ് പോലെ നമ്മൾ മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കണം. സോ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഈ വർഷം കിട്ടാനുള്ള നമ്മൾ ക്ലോസിംഗ് ബാലൻസ് നോക്കാം. ഈ വർഷം നമുക്ക് ഇനി കിട്ടാനുള്ള ഡെപ്റ്റേഴ്സ് എത്രയാണ്, 4500 രൂപ. നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആണ് നോക്കുന്നത്. 4500 രൂപ നമുക്ക് ഡെപ്റ്റേഴ്സിൽ കിട്ടാനുണ്ടായിരുന്നു നമ്മുടെ കണക്ക് പ്രകാരം. പക്ഷെ അതിനെന്ത് ചെയ്യാണ്, നമ്മൾ 5% നമുക്ക് കിട്ടൂല എന്ന് ഉറപ്പായി അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. സോ 5% എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ലെസ് ചെയ്യണം. ഈ 5% സെപ്പറേറ്റ് കണ്ടെത്തണം. സോ 4000ന്റെ 5% ഈക്വൽ ടു 225. 225 രൂപ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരുന്നുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ പ്ലാന്റിന്റെ മുകളിൽ 5% ഉണ്ട്, ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ മുകളിൽ 5% ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബിൽഡിങ്ങിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് 2.5%, 2.5% ബിൽഡിങ്ങിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ നമുക്ക് ആദ്യം പ്ലാന്റിന് മുകളിൽ എന്ത് ചെയ്യാം, 5% കാൽക്കുലേറ്റ് ചെയ്യാം. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് 4700. 4700ന്റെ മുകളിൽ 5% ആണ്. 4700 മുകളിൽ 5% ഈക്വൽ ടു 235. 235 രൂപയാണ് നമ്മളെ 5%. അതേപോലെ തന്നെ ബിൽഡിംഗ് വരുന്നുണ്ട്. ബിൽഡിംഗ് 7000 rupees ആണ്. അതിന്റെ മുകളിൽ 2%, സോറി 2.5%, 2.5% എന്തുണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്. സോ എമൗണ്ട് വരുന്നത് 175 രൂപ. 7000ന്റെ 2.5% 175 രൂപ. സോ അത്രയാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ്. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ മറ്റ് ഐറ്റംസ് ഒന്നുമില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിനോട് കൂടി നമ്മുടെ ഡിസ്കൗണ്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മറ്റ് എക്സ്പെൻസസ് ലെസ് ചെയ്ത് നമുക്ക് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് ലോസ് ആണെന്ന് നോക്കാം. സോ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ ക്രെഡിറ്റ് സൈഡ് നമുക്ക് കൂടുതൽ, അതായത് വരുമാനത്തിന്റെ സൈഡ് തന്നെയാണ് കൂടുതൽ. സോ ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 6990. നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 6990 രൂപ. അതിന് എന്ത് ചെയ്യണം, 3 എക്സ്പെൻസസ് നമുക്ക് ലെസ് ചെയ്യണം. സോ എക്സ്പെൻസ് ലെസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ വരുമാനമാണ് കൂടുതൽ, 3 എക്സ്പെൻസസ് ലെസ് ചെയ്താൽ നമുക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. സോ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 4155 രൂപ. സോ അത്രയാണ് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട്. സോ നമുക്ക് വരുമാനത്തിൽ നിന്ന് എക്സ്പെൻസസ് ലെസ് ചെയ്ത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടി 4155 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലിനോട് കൂടി നമ്മുടെ ക്വസ്റ്റ്യന്റെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യണം. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കുക എന്തെല്ലാം അസറ്റുകളും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിലുള്ള കാര്യങ്ങൾ പരിഗണിക്കാം. സോ എന്ത് ചെയ്യാം, നമുക്ക് അസറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അസറ്റ് സൈഡ് ആദ്യം കാണിക്കുന്നത് കറണ്ട് അസറ്റുകളാണ്. സോ ക്വസ്റ്റ്യനിൽ എന്തെല്ലാം ഐറ്റംസ് തന്നിട്ടുണ്ട് നോക്കാം. പക്ഷെ അതിന്റെ എമൗണ്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ക്ലോസിംഗ് ബാലൻസസ് ആണ് പരിഗണിക്കേണ്ടത്. ബിക്കോസ് ക്ലോസിംഗ് ബാലൻസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്യാഷ് ആണ് ആദ്യം കാണിക്കുന്നത്, കറണ്ട് അസറ്റുള്ള ക്യാഷ് ആണ്. ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 240. ബട്ട് അതേസമയം നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെ. ബാങ്കിന്റെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന്റെ ബാലൻസ് നമ്മൾ കണ്ടെത്തിയതാണ് 1250 രൂപ. അതായത് നമ്മളെ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും 1250 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്യാഷ് ബാലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ക്വസ്റ്റ്യൻ നോക്കിയ ക്വസ്റ്റ്യൻ എന്തുണ്ട്, ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാർജ് അസറ്റ്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ബിൽസ് റിസീവബിൾ എന്നുള്ള കറണ്ട് അസറ്റ് ആണ് എഴുതുന്നത്. സോ ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടില്ല. ബിക്കോസ് ഓപ്പണിംഗ് ബാലൻസ് എവിടെ ഉണ്ട്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ബിൽസ് റിസീവബിൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടെത്തിയത് 3400 രൂപ. നെക്സ്റ്റ് ഐറ്റം, അടുത്ത മറ്റൊരു അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നത് ഡെപ്റ്റേഴ്സ് ആണ്.
അപ്പോൾ ഡെപ്റ്റേഴ്സ് ശ്രദ്ധിക്കാം. എന്താണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ കണ്ടെത്തിയ ക്ലോസിംഗ് ബാലൻസ് 4500 രൂപ. ഇത് ഇന്നർ കോളത്തിൽ എഴുതാനുള്ള കാരണം ഇവിടെ എന്തുണ്ട്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട് അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഡബിൾ എഫക്റ്റ് ആണ്. സോ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. സോ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് വരുന്നത് 225 rupees. സോ ബാലൻസ് 4275. 4275 രൂപ എന്തെങ്കിലും നമുക്ക് ഡെപ്റ്റേഴ്സ് ബാക്കി വരുന്നുണ്ട്. പിന്നീടുള്ള ഒരു അസറ്റ് സ്റ്റോക്ക് ആണ്. സോ ക്വസ്റ്റ്യനിലുള്ള ഓരോ ഐറ്റംസ് നോക്കാതെ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്നുള്ളത് പരിഗണിച്ച് ശ്രദ്ധിക്കാം. അസറ്റ് ആണെങ്കിൽ നമ്മൾ അസറ്റ് സൈഡ് കാണിക്കുക. സോ സ്റ്റോക്കിന്റെ അസറ്റ് ബാലൻസ് ചെയ്താൽ ക്ലോസിംഗ് ബാലൻസ് ചെയ്താൽ ക്ലോസിംഗ് ബാലൻസ് 5300 രൂപ. പിന്നീട് എന്തുണ്ട്, നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അതേപോലെ തന്നെ ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. സോ ആദ്യം പ്ലാന്റ് എഴുതാം. പ്ലാന്റിന്റെ എമൗണ്ട് 4700 രൂപ അല്ലെ. 4700 പ്ലസ് ഡിപ്രീസിയേഷൻ ഉണ്ട് 5% ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു 235. സോ ഡിപ്രീസിയേഷൻ കുറച്ച ബാക്കി എമൗണ്ട് 4465 രൂപ. നമുക്ക് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിന്റെ എമൗണ്ട് വരുന്നത് 7000 രൂപ. 7000 ബിൽഡിംഗ് ഉണ്ട്. ലെസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ 2.5% ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് 175 രൂപ അല്ലെ. 175 രൂപ ഡിപ്രീസിയേഷൻ കുറച്ച ബാക്കി 6825 രൂപ. 6825 രൂപ. സോ അത്രയും ഐറ്റംസ് ആണ് നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കാനുള്ളത്. സോ എല്ലാ അസറ്റുകളും കറന്റ് അസറ്റുകളും ഫിക്സഡ് അസറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ട് അതേസമയം ശ്രദ്ധിക്കാൻ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നുണ്ടോ നോക്കുക. സോ അഡ്ജസ്റ്റ്മെന്റ് 2 അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നാണ്. ഒന്ന് നമ്മുടെ ഡൗട്ട്ഫുൾ ഡെപ്റ്റും 5%, മറ്റൊന്ന് ഡിപ്രീസിയേഷൻ. സോ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം എന്ത് ചെയ്തു നമ്മൾ 2 തവണ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്. സോ നമ്മൾ കറന്റ് അസറ്റുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് കറന്റ് ലയബിലിറ്റീസ് തുടങ്ങാം. സോ ഫസ്റ്റ് കാണിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് എവിടെ ഉണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 3800 രൂപ. 3800 രൂപ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈ യൂസിങ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് ബിൽസ് റെസീവബിൾ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്. നമ്മൾ ബാലൻസ് കണ്ടെത്തിയതാണ്. ക്ലോസിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കാം. 2300 രൂപയാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ. ഇനിയുള്ളത് എന്താണ്, ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല. 20,000 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈ യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓപ്പണിംഗ് അഫയേഴ്സ്. സോ 20,000 നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ആഡ് ചെയ്യണം എന്ത്, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. സോ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്, 4155 രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. സോ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 24,155. ഇനി എന്ത് ചെയ്യണം, ലെസ് ഡ്രോയിങ്സ് അല്ലെ. ഡ്രോയിങ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 4500 രൂപ. എന്ത് ചെയ്യാം, ലെസ് ചെയ്ത ബാക്കി കിട്ടുന്ന ഫിഗർ 19,655. സോ ഇത്രയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ്. ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറയും ഇൻട്രസ്റ്റുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, കമ്മീഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. സോ എന്ത് ചെയ്യാം, അത്രയാണ് നമുക്ക് ലയബിലിറ്റി സൈഡ് കാണിക്കാനുള്ളത്. then എന്ത് ചെയ്യാം, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. രണ്ട് സൈഡിൽ നമുക്ക് ഈക്വൽ ഫിഗേഴ്സ് ആണ് വരുന്നത്. 25,775. 25,775. സോ രണ്ട് സൈഡിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് പറയുന്നത് 25,775. സോ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം റിലേറ്റഡ് ടു ദ കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ടു ഡബിൾ എൻട്രി സിസ്റ്റം. സോ നമ്മൾ വ്യക്തമായിട്ടും ഓരോ ഐറ്റംസും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാം. എക്സ്പെൻസസ് ആണോ, വരുമാനമാണോ, അല്ല അസറ്റ് ആണോ, അതേപോലെ ലയബിലിറ്റീസ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം, മിസ്സിംഗ് ഇൻഫർമേഷൻസ് എല്ലാം എന്തൊക്കെയുണ്ട് ദെൻ അത് നമുക്ക് അതാത് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. സോ ഇത്രയാണ് എന്ത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.